ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ ആണല്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് വണ്ടിയാണ്, അതും ഡീസൽ കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏകദേശം ഒരു 5 ലക്ഷം അടുത്ത് ലോണും ചെയ്യാം. 5 ലക്ഷം ലോണും കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും 1 രൂപ മുടക്കാണ്ട് നിങ്ങൾക്ക് 8 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ ഈ വണ്ടി കൊണ്ടുപോകാം. വീണ്ടും ഒരു ഡീസൽ വണ്ടി തന്നെയാണ്. ഇന്നിപ്പോൾ മൈലേജ് ഉള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഏതാ മോഡലൊക്കെ? ഇത് പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് തോന്നുന്നല്ലോ. ഏറ്റവും ഫുള്ള്. ഇപ്പോൾ ഇത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞ സ്പെഷ്യൽ റേറ്റ് അല്ലേ? പിന്നെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇവര് റേറ്റിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ റേറ്റിൽ ഞങ്ങൾക്ക് വണ്ടി തരണം. റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടാണ് വരുന്നത്, ധൈര്യമായിട്ട് പറഞ്ഞോട്ടോ. 4.25 ലക്ഷം രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് വേർത്താണ്. അത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫോർഡ് ഇന്ത്യയിലേക്ക് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട് തന്നെ ഫോർഡിന്റെ വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. ശരിക്കും എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി കാണിച്ചു തരാം. അമേസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേസ് ഡീസലാണ്. 1,40,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് വരെ 1 ഇയർ വാറണ്ടി നിങ്ങൾക്ക് തരും കേട്ടോ. ഈ കിടക്കുന്ന സകല വണ്ടികൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന എല്ലാ വണ്ടിക്കും 1 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ സ്കൈവേലാണ് കേട്ടോ. അതായത് മലപ്പുറം ജില്ലയിൽ മുസ്ലിയാരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്കൈവേ യൂസ്ഡ് കാർസിലാണ്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്രയധികം വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഈ 1 ഇയർ വാറണ്ടി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാരൊക്കെ ഒരു 1 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ നോർമൽ വണ്ടിയൊക്കെ വാറണ്ടി കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇവർ നിങ്ങൾക്ക് എന്തായാലും 1,40,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് വരെ വാറണ്ടി തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി കിട്ടും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികളാണ്. ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവൽ ഒരുവിധം എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൈവേയിൽ നമുക്ക് ഇന്നത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ നാസർക്കാണ്. നാസർക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ കുറച്ചധികം വണ്ടികളുണ്ടല്ലേ? കുറച്ചുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ആണോ? കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ. എല്ലാം നല്ല മോഡൽ കൂടിയ വണ്ടികളാണ്. അതെ അല്ലേ? 2-3 വണ്ടിയൊക്കെ മോഡൽ കുറഞ്ഞതുള്ളൂ. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു വാറണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിറ്റി എന്നങ്ങ് പറഞ്ഞു തുടങ്ങിയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൈവേയിലെ ആദ്യത്തെ വണ്ടി മൈലേജിന്റെ രാജാവാണ് ഡീസൽ സിറ്റി അല്ലേ? സിറ്റി. ഇതേതാ മോഡലൊക്കെ? ഇത് 2015 മോഡൽ. 15 മോഡല്. 15 ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.30 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡിക്കിന്റെ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് അല്ലേ? പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടും. പിന്നെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഹോണ്ടയുടെ വണ്ടിക്ക് ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് സിംഗിൾ ഓണർ വണ്ടി അല്ലേ? അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ അല്ല, ഇത് എസ് ആണ് വേരിയന്റ്. വീന്റെ അലയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ആണ് കളർ. കുറെ പേര് ബ്ലാക്ക് ചോദിക്കുന്നുണ്ട്. അതെ അതെ, പ്രോപ്പർ ആയിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. ഇതിന് നമുക്ക് എന്താ വില വരുന്നേക്കാ? ഇതിന് 5,60,000 ചോദിക്കുന്നത്. 5,60,000. 5,60,000 നെഗോഷ്യബിൾ ആയി കൊടുത്തു. മാക്സിമം കുറച്ച് കൊടുക്കാം. ലോണ് എന്താ ഒരു 4.5 ലക്ഷം ലോൺ. 4.5-4.25 എന്തായാലും ഏകദേശം ഒരു 50,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാം അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് വണ്ടിയാണ്, അതും ഡീസൽ കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ബലേനോ ഇത് ഏതൊക്കെ മോഡല്? ഇത് 2018 മോഡൽ. ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ വണ്ടിയാണ് അല്ലേ? അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 ടയർ അത്യാവശ്യം 90% ഉണ്ട്. ഇത് വേരിയന്റ് ഏതാ? ഇത് വേരിയന്റ് ഡെൽറ്റ. മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ വരും. ഇതിൽ എത്ര ഓട്ടം എത്രയാ? ഇത് 80 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർ ആണ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018. അപ്പോൾ 1 ഇയർ വാറണ്ടി കിട്ടുമല്ലോ അല്ലേ? അതിന് വാറണ്ടി 17 ശേഷമുള്ള എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ടാവും. ഇതിനൊക്കെ 1 ഇയർ വാറണ്ടി കിട്ടും. 1,40,000 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ടാവും. അല്ല, അതായത് ഒരു വർഷത്ത് 20,000 കിലോമീറ്ററോ അത്ര ഉണ്ടാവുള്ളൂ. ഒരു വർഷം വാറണ്ടി 20,000 കിലോമീറ്റർ. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ 1.40 എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ വണ്ടി 1,40,000 അല്ലെങ്കിൽ 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും 20,000 കിലോമീറ്ററിന്റെ വാറണ്ടി കിട്ടും. അതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എന്തായാലും ഡെൽറ്റ വേരിയന്റിലുള്ള പെട്രോൾ വണ്ടിയാണ്. ഇത് ഏതാ? എന്താ വില വരുന്നത്? ഇതിന് 5.50. 2018 വണ്ടിയാണ്. 5,50,000 രൂപ. അത്യാവശ്യം ഒരു 12-13 മൈലേജ് കിട്ടൂലേ? അത്ര നല്ലൊരു 15 വരെ കിട്ടും അല്ലേ? ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ക്ലീൻ വണ്ടി. ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു ജാസ്. ഇത് ഡീസലാ? ഇത് ഡീസലാണ്. ഡീസൽ വണ്ടി. അതായത് ഇന്ന് ഈ ജാസ് ഹോണ്ട വണ്ടിന്റെ ഡീസൽ എന്ന് കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് ഇഷ്ടം പോലെ മൈലേജ് കിട്ടും. പിന്നെ നമ്മളത്ത് കൂടുതലും ഉണ്ടായാലും ഹോണ്ടന്റെ വണ്ടി. അവിടെ പല ടൈപ്പ് ഉണ്ട് ഹോണ്ടന്റെ. അതെ അതെ. ഈ ജാസ് ഇപ്പൊ ഏതാ മോഡൽ? ഇത് 2016 മോഡൽ. 16 അല്ലേ? ഡീസലാണ്. വി ആണ് ഓപ്ഷൻ. ഇതും മിഡിൽ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി വരുന്നതാണല്ലേ? അതെ അതെ. ഇത് കീലസ് എൻട്രി ഉണ്ടാവില്ലല്ലോ? ഇല്ല.
കീൽ സെൻട്രയും ബട്ടൺ സ്റ്റാർട്ടും ഇല്ല, അതേപോലെ സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റാണ്. ഓട്ടം എത്രയാ? ഇത് ഓട്ടം 1 ലക്ഷം ഓടിയിട്ട്. 1 ലക്ഷം. അതൊക്കെ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാമല്ലോ. പക്ക ഹിസ്റ്ററി, കമ്പനി ഹിസ്റ്ററി ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ വില വരുന്നത്? ഇതിന് 5,75. 5,75,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആവും? നെഗോഷ്യബിൾ ആണ്. ഒരു ഏകദേശം ഒരു 5 ലക്ഷം അടുത്ത് ലോണും ചെയ്യാം. 5 ലക്ഷം ലോണും കിട്ടും. അപ്പോൾ ഒരു 75,000 രൂപ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് 75,000 വേണ്ട, 75,000-നുള്ളിൽ മതി. ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 2016 ഡീസൽ വണ്ടി, 25 കിലോമീറ്റർ മൈലേജ് കൺഫേം ആണ് അല്ലേ? എന്തായാലും കിട്ടും, നിങ്ങൾ നോക്കിക്കോളൂ. ഇനി അടുത്തത് ഒരു ബ്രസ, ഇതും ഡീസലാണ് കേട്ടോ. ഇത് ഏതാ മോഡല്? ഇത് 2019 ആണ്. 19 VDI ഓട്ടോമാറ്റിക്കാ. VDI ഓട്ടോമാറ്റിക് ഡീസലാണ് കേട്ടോ വണ്ടി. AMT അല്ലേ? AMT. ഓക്കെ. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20ന്റെ അടുത്ത് മൈലേജ് കിട്ടും. 17, 18, 19, 20 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. പിന്നെ എത്ര ഓടിയുണ്ട്? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, ഫുൾ ഷോറൂം സർവീസ് ആണ്. പിന്നെ ഓടിയത് 1,55,000 കിലോമീറ്റർ. 155. അത്യാവശ്യം ഓട്ടം ഓടിയിട്ടുണ്ട്. മോഡൽ ഏതാ പറഞ്ഞത്? 2019. ഇതിന് നമുക്ക് വാറണ്ടി കിട്ടൂല്ലോ? ഇല്ല, ഇതിന് വാറണ്ടി കിട്ടൂല. ഇത് കുറച്ച് ഓട്ടം കൂടുതലായതുകൊണ്ട് അല്ലേ? പിന്നെ ചെക്കിംഗ് വാറണ്ടി ഒക്കെ നമ്മൾ കൊടുക്കട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, 2019 അപേക്ഷിച്ച് വണ്ടി നല്ലോണം ഓടിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഹിസ്റ്ററി വില ചോദിക്കണുള്ളൂ. 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ 19 വണ്ടി അല്ലേ? 155 ഓടിയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഇതിന്റെ ഹിസ്റ്ററി എടുക്കുക, ഷോറൂമിൽ കൊണ്ടുപോവുക, ചെക്ക് ചെയ്യുക, എല്ലാം നോക്കിയിട്ട് എടുക്കാവുള്ളൂ. ഫ്രണ്ടിൽ 2 പുതിയ ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 8 ലക്ഷം രൂപയിൽ ലോണ് ഏകദേശം ഫുൾ ആയിട്ട് ലോൺ തന്നെ കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും 1 രൂപ മുടക്കാണ്ട് നിങ്ങൾക്ക് 8 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ ഈ വണ്ടി കൊണ്ടുപോകാം. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണെങ്കിൽ ഒരു പേടിയും വേണ്ട. കിലോമീറ്ററിന്റെ കാര്യത്തിൽ ചെക്ക് ചെയ്തെടുത്താൽ മതി. വീണ്ടും ഒരു ഡീസൽ വണ്ടി തന്നെയാണ്. ഇന്നിപ്പോൾ മൈലേജ് ഉള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡൽ. 18 മോഡല് എസ്ക്രോസ് ആണ്. എസ്ക്രോസ് പിന്നെ ഹൈബ്രിഡ് സീറ്റ് ആണ്. ഹൈബ്രിഡ് സീറ്റാ. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷന്റെ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. അതെ. ഇത് സൺറൂഫ് വരുന്നില്ല, ഫുള്ളിനും ഉണ്ടാവില്ല. അതെ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒട്ടുമിക്ക ഞാൻ പറഞ്ഞു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. കീൽ സെൻട്രയും ബട്ടൺ സ്റ്റാർട്ടും ഉണ്ടാവും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഫുൾ കമ്പനി സർവീസ്. നോ ക്ലെയിമോ, ഒരു ക്ലെയിമും കയറാത്ത. എത്ര ഓടിയുണ്ട്? ഇത് 70 ഓടി. 70 ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അതായത് കമ്പാരിറ്റീവ്ലി വലിയ ഓട്ടമൊന്നും പറയാനില്ല. 20ന്റെ മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഹൈബ്രിഡും കൂടിയാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്ത് പ്രൈസ് വരും? ഇതിന് 8,70 ചോദിക്കാം. 8,70 നെഗോഷ്യബിൾ ആവുമോ? ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. 8 രൂപ കൺഫേം ലോൺ അല്ലേ? ലോൺ എന്തായാലും ഒരു 7,300 എന്തായാലും പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 8 ലക്ഷം രൂപ വരെ കിട്ടും. ഒരു ഏകദേശം ഒരു 75,000 രൂപ സ്കോറൊക്കെ നോക്കിട്ടോ ലോൺ കൊടുക്കുക. നമ്മളെല്ലാവരും വിളിച്ചു നോക്കും ലോൺ കിട്ടോ. ലോൺ എല്ലാവർക്കും കിട്ടൂല. അതെ, അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈല് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ. പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു സിറ്റിയും കൂടി, ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് തോന്നുന്നത്. ഏറ്റവും ഫുള്ള് 2016 മോഡൽ. 16 അല്ലേ? 16 വരുന്ന ടൈപ്പ്. ഇത് 1,10 ഓടിയിട്ടുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി ഉണ്ടോ? ഫുൾ ക്ലീൻ വണ്ടിയാണ്. അതായത് പിന്നെ ഞാൻ പറയട്ടെ, കാര്യങ്ങളൊക്കെ പുതിയ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും യൂസ് വണ്ടിണ്ടാവില്ല. പക്ഷേ ഈ ഒരു എസ്ക്രോസ് ഇല്ലേ, ഇതിന് ടച്ചപ്പ് ഇല്ല അല്ലേ? ഓക്കെ. പക്ഷേ ഈ ബാക്കിയുള്ള ഒരുവിധം എല്ലാ വണ്ടിക്കും ടച്ചപ്പ് കാര്യങ്ങൾ ഉണ്ടാവും. ഇതിൽ കീൽ സെൻട്രയും ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരും. അലോയ് വീൽ വരും. 4 ടയർ ഏകദേശം 95% ടയർ ഉണ്ട്. ഇന്റീരിയറും എക്സ്ട്രാ ക്ലീൻ ആണ്. പിന്നെ ഇതിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ വരും അല്ലേ? ഇത് ഓട്ടോമാറ്റിക് CVT ആണല്ലേ? അടിപൊളി. 2010 ഉണ്ടാവും. അതെ. 16 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടിയാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് എല്ലാവിധ സാധനങ്ങളും വരും. ഒരപാകത ഇല്ലല്ലോ അല്ലേ? ക്ലെയിം ഒന്നുമില്ല. എന്താ വില വരുന്നത്? ഇതിന് 6,40,000. 6,40 കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? കുറച്ച് കൊടുക്കാം. വേറൊരു കാര്യം ഉണ്ട്. ഇത് പിന്നെ CVT ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 6,40 നോക്കിക്കോളൂ. 6 ലക്ഷം ലോൺ കയറില്ലേ? എന്തായാലും 5,500 എന്തായാലും കിട്ടും അല്ലേ? അത് കൂടുതൽ പറയില്ല. ചിലപ്പോൾ ഫുള്ളും കിട്ടും. അത് ഓരോരുത്തരുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അത് നമ്മൾ ഇപ്പോൾ കൺഫേം ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഡസ്റ്റർ ന്യൂ ഷേപ്പ് ആണല്ലോ? ന്യൂ ഷേപ്പ്. ഇതേതാ മോഡൽ? ഇത് 2018 ഡീസലാ? ഡീസൽ. എത്ര ഓടിയുണ്ട്? ഇത് സെക്കൻഡ് ഓണർ. ഇത് 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1 ലക്ഷം. 85 വൺ ടൈം നമ്മൾ എടുക്കില്ല, ഉണ്ടാവില്ല. വണ്ടലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൈലേജ് കുറവായിരിക്കും, കുറച്ച് കംപ്ലൈന്റ് കൂടും അല്ലേ? അതാണ് പ്രശ്നം. പക്ഷെ ഇതിന് കാര്യമായ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ പണ്ടത്തെ ആ ഒരു 1.5 ഡീസൽ എഞ്ചിൻ സെയിം സാധനമല്ലേ? ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വേരിയന്റ് ഏതാ? ഇത് RXS. അതായത് സാൻഡ് സ്റ്റോം എഡിഷൻ വരുന്ന ഒരു സാധനം തോന്നുന്നു അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പിന്നെ അലോയ് വീൽസ് ഒക്കെ വരും. അതെ. അതായത് RSS എന്ന് പറയുന്നത് ശരിക്കും ഫുൾ ഓപ്ഷന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. വരുമ്പോൾ ക്രൂസ് കൺട്രോൾ വരും. RXZ വരുമ്പോൾ ആ ഒരു വ്യത്യാസമുള്ളൂ അല്ലേ? വ്യത്യാസമുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 8 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കും. മോഡൽ ഏതാ പറഞ്ഞത്? 2018 അല്ലേ? വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാര്യങ്ങൾ കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? 1 ലക്ഷം ഓടിയിട്ട്. 1 ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലേ? ഒരു വർഷത്തെ വാറണ്ടി ഒക്കെ കൊടുക്കാം നമുക്ക്. 20,000 കിലോമീറ്റർ, ഒരു വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ അത് നിങ്ങൾ നോക്കിയെടുത്തോളൂ. ഇതിനൊക്കെ വീണ്ടും പുതുക്കാം നമുക്ക്. അതെ, 8 ലക്ഷം രൂപ അല്ലേ? ഈ പറയുന്ന പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കുറച്ച് തരും. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞ സ്പെഷ്യൽ റേറ്റ് അല്ലേ? പിന്നെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇവർ റേറ്റിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ റേറ്റിൽ ഞങ്ങൾക്ക് വണ്ടി തരണം. റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടാണ് വരുന്നത്, ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ. കുറച്ച് കൊടുക്കാം. പിന്നെ ഈ പറയുന്ന റേറ്റിൽ നിന്നും നല്ല രീതിക്ക് തന്നെ കുറയും. അത് നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ. പിന്നെ ലോണും മാക്സിമം കയറില്ലേ? ലോണ് എന്തായാലും ഒരു 7 ലക്ഷമൊക്കെ ലോണ് 7 നോക്കിയാൽ മതി. അതിന്റെ മുകൾക്കൊന്നും നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു ബൊലേറോ ഉണ്ടല്ലോ. ബൊലേറോ 2018. 18 ഇത് 2 വീലർ തന്നെയല്ലേ? ഇത് 2 വീല് AC പോസ്റ്റ് SLE ആണ് കേട്ടോ സാധനം. SLE മിഡിൽ ഓപ്ഷൻ അല്ലേ? മിഡിലല്ല, ബേസ് മോഡലാണ് വരിക. ബേസ് മോഡൽ SLE, SLX, ZLX. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ പവർ വിൻഡോസ് ഒക്കെ വരുമോ? പവർ വിൻഡോ അല്ല. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ നീറ്റ് വണ്ടി. 4 ടയർ പുത്തൻ ടയർ. 2 ടയർ പുതുപുത്തനാണ്. ബാക്കത്തെ ഒരു 60-70% ഉണ്ട്. ബാക്കിൽ കുറച്ച് കുറവല്ലേ? സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ ആണല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് ഓടിയത് 80,000 ഓടിയിട്ടുണ്ട്. നമുക്ക് ഒരു വർഷത്തെ വാറണ്ടിയിൽ കൊടുക്കാം. എന്താ വില? ഇതിന് 6,75,000. 6,75. ലോൺ 6 ലക്ഷം റുപ്യൊക്കെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 75,000 രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ക്ലീൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു i20 ആസ്റ്റ പെട്രോൾ വണ്ടി കൂടി കാണിച്ചു തരാം. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 മോഡൽ. 15 ആണല്ലേ? ഓ, ഇത് 15 മോഡലാ? 15 മോഡൽ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ. അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ ഡെലിവറി ഡേറ്റിന്റെ സ്റ്റിക്കർ പോലും പോയിട്ടില്ല. അതായത് 7/12/2015. അതായത് 15 ലാസ്റ്റ് വണ്ടി അല്ലേ? ഡിസംബർ മോഡൽ. ഇതിൽ കീല സെന്ററും ബട്ടൺ സ്റ്റാർട്ടും എല്ലാ സാധനവും വരും. ഇന്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ് കേട്ടോ. ഒരു പോറൽ പോലും ഇല്ല. പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു 90% ഉണ്ട്. അലോയ് വീൽസ് ഉണ്ട്. എല്ലാവിധ സാധനങ്ങളും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. പെട്രോൾ എത്ര ഓടിയുണ്ട്? ഇത് 95,000 ഓടിയിട്ടുണ്ട്. 95. ജെനുവിൻ ഹിസ്റ്ററി. സിംഗിൾ ഓണർ. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. വിലയാണ് കേൾക്കേണ്ടത്. ഇത് 4,45. ഇത് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇത് നിങ്ങൾ കണ്ണും പൂട്ടി വന്നെടുത്തോ. അത്രയും ക്ലീൻ വണ്ടിയാണ്. ഇതിൽ ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അല്ലേ? 4,45 ലക്ഷം രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് വേർത്താണ്. അത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ലോണും കിട്ടൂലേ? മാക്സിമം ലോൺ കിട്ടും. 4 ലക്ഷം ലോൺ കിട്ടും. 4 ലക്ഷം കിട്ടും. 75,000 രൂപ കൊണ്ട് വന്നാൽ പെട്രോൾ വണ്ടി കൊണ്ടുപോകാം. 12 മുതൽ 15 വരെ മൈലേജും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എക്കോസ്പോർട്ട് ആണെങ്കിലോ? എക്കോസ്പോർട്ട് 2019. ഓ, ലാസ്റ്റ് വണ്ടിയല്ലേ? പിന്നെ ടൈറ്റാനിയം. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, അലോയ് വീല്, സെന്റർ ലോക്ക് എല്ലാതും ഉണ്ടാവും. ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവില്ല. ടൈറ്റാനിയം പ്ലസ്സിലുണ്ടാവുള്ളൂ. പിന്നെ 2 എയർ ബാഗ് വരുള്ളൂ. ഈ ഇൻഫർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 19 എത്ര ഓടിയുണ്ട്? ഇത് 1.13 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടി അല്ലേ? 19 അപേക്ഷിച്ച് ഓട്ടം കൂടുതലാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാം. വാറണ്ടി കൊടുക്കാം, ഒക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവരുടെ വാറണ്ടിയിൽ ഒരുവിധം എല്ലാ സംഗതിയും, അതായത് എല്ലാ ഭാഗങ്ങളും കവേർഡ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാട്ടോ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് 8 ലക്ഷം രൂപ. 2019 വണ്ടി. കുഴപ്പമില്ല. സിവിൽ കാര്യം ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഫുൾ ലോണും കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഫോർഡ് ഇന്ത്യയിലേക്ക് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട് തന്നെ ഫോർഡിന്റെ വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. ഇനി ഇതൊക്കെ വില അതിപ്പോ ഇല്ലാതെ കമ്പനി കൂട്ടിപ്പോയതിന്റെ എക്കോസ്പോർട്ടിന് മാർക്കറ്റ് ഉണ്ട്. അതെ, എക്കോസ്പോർട്ടും ഫ്രീ സ്റ്റൈലും എവിടെയും വില കുറച്ച് ഞാൻ കണ്ടിട്ടില്ല. നല്ല മാർക്കറ്റ്. അതെ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 13 ഓടിയോണ്ടാണ് നമ്മൾ 8 ലക്ഷം പറയുന്നത്. അതിന് മുന്നേ ഇവിടെ ഒരു വണ്ടി ഉണ്ടായി. അത് ഞങ്ങൾ 8.80 കൊടുത്തത് അല്ലേ? അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 95% തന്നെ നല്ല കട്ടയുള്ള ടയറാണ് കേട്ടോ. കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ലോണിൽ എക്കോസ്പോർട്ട് എടുക്കാം. അടുത്തായിട്ട് ഒരു ബ്രസേന്റെ അപരണം കാണിച്ചു തരാം. നമ്മുടെ ടൊയോട്ടയിൽ വന്നിട്ടുള്ള അർബൻ ക്രൂയിസർ അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2021 മോഡൽ. 21. പെട്രോൾ ആണോ? പെട്രോൾ അത് ഉണ്ടാവുള്ളൂ. പെട്രോൾ ഡീസൽ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 29/7/2021 ആണ് ഡെലിവറി ഡേറ്റ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അലോയ് വീൽസും ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. എത്ര ഓടിയുണ്ട്? ഇത് 50,000 ഓടി. 50,000. ഇത് എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. 50,000 ഹിസ്റ്ററി കിട്ടും. ഹിസ്റ്ററി കിട്ടും. ജെനുവിൻ ആണ്. ഇത് വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഉണ്ട് അല്ലേ? കമ്പനി വാറണ്ടി. അതെ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് കാണാനും. കാര്യമായ ടച്ചപ്പ് പോലും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഒന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്?
ഇതിന് 10,40,000 ചോദിക്കുന്നത്. 10,40. ഇത് പുതിയ ഇറങ്ങുമ്പോൾ എന്ത് വിലയുണ്ടെന്ന് അറിയാം നമുക്ക്? ഇതിന് 13 സംതിങ് എന്തോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, 10,40 നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും കേട്ടോ. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണൊക്കെ കയറുമോ? ഫുൾ ലോൺ കയറൂല, എന്തായാലും ഒരു 9.25 വരെയൊക്കെ ലോൺ ചെയ്യാം. ഏകദേശം ഒരു 50,000 ഇറക്കി കൊടുക്കും. 50,000 അല്ലേ? അത് നിങ്ങളുടെ പ്രൊഫൈല് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അത് പ്രത്യേകം പറയണം, കുറെ പേര് വെറുതെ വിളിക്കും. അതെ അതെ. ഇതിന്റെ മുന്നേ ഏതെങ്കിലും വണ്ടി എടുത്ത് ലോണൊന്നും തിരിച്ചടവൊക്കെ വൈകിട്ട് ആകെ പൊട്ടി തൂഫാനായതുണ്ടോ? അത് പിന്നെ നിങ്ങൾ ലോൺ എടുത്തിട്ട് പൊട്ടണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ജാമ്യം നിന്നിട്ട് അവർ ലോൺ അടയ്ക്കാണ്ടിരുന്നാൽ വരെ ഉണ്ടാവും. ബജാജ് ഫിനാൻസ് സാധനം എടുത്തതുണ്ടാവും, പലതും ഉണ്ടാവും. എല്ലാത്തിനും പണി കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 10,40,000 രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2018 മോഡൽ. പെട്രോൾ തന്നെയല്ലേ? അല്ല, ഡീസൽ. ഡീസൽ വണ്ടിയാണോ? ZDI. ഓ, ഡീസലാ അല്ലേ? അതായത് ഏറ്റവും ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ. മറ്റേ ZDI പ്ലസ് ഉണ്ടാവും, ഇത് ZDI. ZDI പ്ലസിലാവുമ്പോൾ നിങ്ങൾക്ക് കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരും. ഇതിനും വരുന്നുണ്ട്. ഇതിൽ വരുന്നുണ്ടോ? ഇതിലുണ്ട് അല്ലേ? അടിപൊളി. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ ഇന്റീരിയർ, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ് വീൽസ് ഉണ്ട്. ഡീസൽ ആയതുകൊണ്ട് ഒരു 25 മൈലേജ് അല്ലേ? 25-24 എന്തായാലും കിട്ടും. പിന്നെ ബോഡി ക്വാളിറ്റി ഇല്ലാത്ത വണ്ടിയാണ്, അതുകൊണ്ട് മൈലേജിന് ഒരു ക്ഷാമവും ഇല്ല. പക്ഷേ ബോഡി ക്വാളിറ്റി ഇല്ല, എത്ര ഇത് എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു വണ്ടിയും കൂടിയാണ് അല്ലേ? കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടി. അതെ അതെ അതെ. 2018 18 ഓണർ സിംഗിൾ. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല. എന്താ വാറണ്ടി കൊടുക്കട്ടെ നമുക്ക്? ഇതിനൊക്കെ വാറണ്ടി ഉണ്ടാവും, ഒരു വർഷത്തെ വാറണ്ടി. ഇതിന് 6,60,000. 660. 2019 വണ്ടി, 2018 മോഡൽ. 18 മോഡൽ. ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 660 ക്ലീൻ വണ്ടി കൊണ്ടുപോകാം. പിന്നെ ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് നോക്കിയിട്ട് മാത്രം എടുത്തായിട്ടോ. ഒരു തിരക്കും പിടിക്കേണ്ട, എല്ലാവരും ചെയ്തു തരും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡസ്റ്ററും കൂടി ഉണ്ടല്ലോ. ഇത് 2017 മോഡലാണ്. 17 ഡീസൽ തന്നെയല്ലേ? ഡീസൽ RXS തന്നെയല്ലേ? ഇതിന്റെ നമ്പറൊക്കെ 786 കേട്ടോ. 786 അല്ലേ? 786 നമ്പർ. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സെയിം സാധനം തന്നെയാണ്. 17 മോഡലാണ് ഇതെന്നേ ഉള്ളൂ. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരും. അലോയ് വീല് വരും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 75,000 ഓടി സിംഗിൾ ഓണർ വണ്ടി. അതെ അല്ലേ? 75,000 ഒക്കെ ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, ഒന്നും മാറാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വാറണ്ടി കൊടുത്തിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് 7.5 ചോദിക്കുന്നത്. 7.5. 7,50,000 രൂപയ്ക്ക് 2017 ഡീസൽ 85 തന്നെയല്ലേ? 85 ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ക്വാളിറ്റി ഉള്ള ക്ലീൻ വണ്ടിയാണ്. ലോണോ ഒരു 7 കയറുമോ? ലോൺ എന്തായാലും ഒരു 6.25 വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം ചെയ്ത് തരുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ മോശമാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം പോലും കിട്ടൂല. നല്ല പ്രൊഫൈലിൽ ചിലപ്പോൾ ഫുൾ ലോണും കയറിയെന്ന് വരും അല്ലേ? അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ഒരു ജാസ് ഡീസൽ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ഉണ്ട് ഇവിടെ. ഇതേതാ മോഡൽ? ഇത് 2018 മോഡൽ. 18 ആണല്ലേ? 18 എത്ര ഓടിയിട്ടുണ്ട്? ഇത് 80,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഡിക്കിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രം. ഓക്കെ, പിന്നെ കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഓട്ടം കൂടുതലാണ്. എന്നിരുന്നാലും പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടല്ലോ? സർവീസ് ഒക്കെ കറക്റ്റ് കമ്പനി സർവീസ്. വണ്ടി കണ്ടങ്ങൾ നീറ്റാണ്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60% ഉണ്ട്. അലോയ് വീൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരും അല്ലേ? ഇത് എസ് ആണോ? ഇത് വി ആണല്ലേ? അപ്പൊ അത്യാവശ്യം ഫുള്ളിന്റെ നേരെ താഴെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് 6.75 വിത്ത് വാറണ്ടി. 6,75,000 രൂപയ്ക്ക് വിത്ത് വാറണ്ടി നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകട്ടെ. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കിടിലൻ സാധനമാണ്. അതായത് നമ്മുടെ ഫോഴ്സ്വാഗന്റെ ടൈഗൺ എന്ന് പറഞ്ഞ സാധനമാണ്. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. DSG ഗിയർ ബോക്സ് അല്ലേ വരികയിൽ? അതായത് പെട്രോൾ ഉള്ളൂ. അതെ. പിന്നെ വളരെ വളരെ ഒരു കിടിലൻ സാധനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഫോഴ്സ്വാഗന്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ എല്ലാം ഒത്തിണങ്ങിയ ഒരു വണ്ടി. നമ്മുടെ പോളോ GT ഒക്കെ നമുക്കറിയാം എന്താ ക്വാളിറ്റി എന്നുള്ളത്. അതേപോലത്തെ ഒരു സാധനമാണിത്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് ഏതാ മോഡൽ? ഇത് 2021 മോഡൽ. 21 22 ഡെലിവറി ഒക്കെ ഉണ്ട്. 28/1/2022 ഡെലിവറി. അതെ, 21 മോഡൽ, 22 രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 32,000 ഓടിയിട്ടുണ്ട്. 32,000 ജെനുവിൻ കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി വാറണ്ടിയിൽ അപ്പം നിൽക്കുന്നത്. കമ്പനി വാറണ്ടി ഉണ്ടാവും. മെയിനായിട്ട് പറയേണ്ടത് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആണല്ലേ? എന്താ സെറ്റപ്പ് അറിയാം. അതെ, നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖം. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. വിലയുള്ള വണ്ടി കേട്ടോ. ഇതിനെന്ത് വിലയുണ്ട് ഇപ്പോൾ? ഇതിന് 20 എന്തോ ഉണ്ട്. അതിലിപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. എന്തായാലും ഒരു 18ന്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഇതിനടുത്ത് എന്തായാലും ഉണ്ടല്ലേ? ഇപ്പൊ നമ്മൾ ഇത് മോഡൽ ഏതാ പറഞ്ഞാൽ? 22 മോഡൽ. 21 മോഡൽ. 22 രജിസ്ട്രേഷൻ. എത്ര നമ്മൾ കൊടുക്കുന്ന വില? ഇത് 13,90 ആയിരിക്കും. 13,90. എന്തായാലും നിങ്ങൾക്ക് ഒരു 6-7 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ കിട്ടും അല്ലേ? അതും ലോ കിലോമീറ്റർ ആണ്. കാര്യമായ കുഴപ്പമൊന്നുമില്ല.
കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെന്ത് മൈലേജ് കിട്ടും ഏകദേശം? ഇതൊരു 13 അത്രയൊക്കെ കിട്ടും. 10 മുതൽ 13 വരെ മാക്സിമം നിങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഓടിക്കാൻ കിഡിലിനായിരിക്കും കേട്ടോ ഇത്, അതാണ് മെയിൻ കാര്യം. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇക്കാരനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ വീഡിയോയുടെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളൂ. പെട്രോൾ ഓപ്ഷനിലുള്ള ഒരു ന്യൂ ഷേപ്പ് അമേസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2021 മോഡൽ, 21 സിംഗിൾ ഓണർ, 32,000 ഓടിയിട്ടുണ്ട്. എസ് വേരിയന്റ്, എസ് ആണല്ലേ, മിഡിൽ ഓപ്ഷൻ തന്നെയാണ്. മാനുവൽ അല്ലേ? മാനുവൽ. പിന്നെ ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും. ബേസിക്കലി വേണ്ടതെല്ലാം ഉണ്ട്. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നി 30 സംതിങ് ഓടി ടയർ അല്ലേ? മാറിയിട്ടില്ല. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഈ ഗ്ലാസ്, ഫ്രണ്ടിലെ ഗ്ലാസ് മാറി, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? അത് ഈ ബോണറ്റോ മാറിയിട്ടില്ല, ഒന്നുമില്ല. എന്തെങ്കിലും പൊട്ടിയതോ ഇടിച്ചോ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? ചെറിയൊരു എന്തായാലും മാറിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അത് എന്താ സംഭവം നമുക്ക് അറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ. ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് 6,10,000 രൂപ. 6,10,000 2021 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. 6 ലക്ഷം ലോൺ ചെയ്തു. 5,5 ലക്ഷം രൂപ അല്ലേ? പക്ഷെ കുറച്ചുകൂടി കൂടുതൽ കിട്ടേണ്ടതാണല്ലോ ലോണ്. ലോണ് ചിലപ്പം മാക്സിമം കിട്ടും, നമ്മൾ അങ്ങനെ പറയുകയാണേ. കിട്ടുമെങ്കിൽ കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വണ്ടി കാണിച്ചു തരാം. 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വണ്ടി അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 മോഡൽ മൊബീലിയോ ആണ്. ഇത് എത്ര ഓടി ഉണ്ട്? ഇത് 130 ഓടി. 130 ഓടി. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 60% ഉണ്ട്. പിന്നെ ആ വിലക്ക് കൊടുത്തൂടെ നമുക്കിത്? അതിന്റെ റേറ്റ് ചോദിക്കണമല്ലോ, നമ്മൾ 5,10 ചോദിക്കണം. 5,10 അല്ലേ? 2015 മോഡല് ഡീസലാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. 7 സീറ്റ്. അതെ. പിന്നെ ലോൺ എത്ര കയറുക? ലോൺ എന്തായാലും ഒരു 4 ലക്ഷം എന്തായാലും ലോൺ 4 ലക്ഷം കയറും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു പൈസ 1 ലക്ഷം രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് 7 സീറ്റർ വണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഞാൻ മൂപ്പര് പറയുന്ന വിലയാണ് ഞാൻ ഏകദേശം പറയുന്നത്. ബാക്കി നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ. അപ്പോൾ ഈ ഇന്ന് കാണിച്ച വണ്ടികളൊന്നും മിസ് ചെയ്യരുത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഇതും മിസ് ചെയ്യേണ്ട. 7 സീറ്റർ വണ്ടി വേണ്ടവർ കേട്ടോ. ശരിക്കും എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി കാണിച്ചു തരാം. അമേസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേസ് ഡീസലാണ്. ഡീസൽ ഇത് ഏതാ മോഡൽ? ഇത് 2019 മോഡലാണ്. 19 ആണ്. 19 എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,20,000 ഓടി. 1,20 ഓടി. ഈ ഡീസൽ കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ അതിന്. ഏതാ? 1 വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റും അല്ലേ? പിന്നെ ഈ ഡീസൽ വണ്ടികളാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും. പ്രശ്നമല്ല, ഉപകാരമാണ്. അതുകൊണ്ട് കുറച്ച് ഓട്ടം കൂടി എന്തായാലും. ഇത് വേരിയന്റ് ഏതാ? ഇത് വി ആണ് അല്ലേ? ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. അലോയ് വീൽസ് എല്ലാം വരും. മാനുവൽ തന്നെയല്ലേ? മാനുവൽ ക്ലീൻ വണ്ടി അല്ലേ? അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 60% കൂട്ടിയാൽ മതി. ഒരു 10,000 സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. ഒരു 10,000 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ ഈ ടയർ മാറേണ്ടി വരും. വേറെ യാതൊരു പ്രശ്നവും ഞാൻ ഇതിൽ കാണുന്നില്ല. ടയർ ഒന്നും മാറണം, ഫ്രണ്ട് ടയർ പുതിയതാ. കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് അല്ലേ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ലേ ഉള്ളൂ? ഹിസ്റ്ററി ചെക്ക് ചെയ്തോളൂ. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, എന്താ വില വരുന്നത്? ഇതിന് 7,30,000. 7,30 നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? 2019 വണ്ടിയെന്ന് ആലോചിക്കണം കേട്ടോ. 7,30 നിങ്ങൾക്ക് കിട്ടും. അതും ഡീസൽ, 25 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൈവേ യൂസ്ഡ് കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി ന്യൂ ഷേപ്പ് i20 ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ ആണ് അല്ലേ? ഡീസലിൽ ഇതൊക്കെ നല്ല മൈലേജ് കിട്ടൂലേ? 20 എന്തായാലും കിട്ടും. പിന്നെ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും. അലോയ് വീൽസ് അടക്കം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് മോഡൽ ഏതാ? ഇത് 2021 അല്ലേ? 70,000 ഓടിയിട്ടുണ്ട്. 70. സിംഗിൾ ഓണർ വണ്ടി. ക്വാളിറ്റി ഉള്ള വണ്ടി. കമ്പനി വാറണ്ടിയിലപ്പോൾ ഉള്ളത്. 20,000 ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? കിട്ടും. പക്ഷെ സീറ്റ് കവറൊന്നും മാറ്റി ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ തന്നെ വണ്ടി നല്ല ക്ലീൻ ആണ്. ആ കമ്പനി വന്ന എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ ഉണ്ട്. ഒന്നും മാറിയിട്ടില്ല. പക്ഷെ തട്ടുമുട്ട് ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ല. അപ്പോൾ ആ പുതിയ മോഡൽ ഒരു i20 ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേക്കാ? ഇതിന് ചോദിക്കുന്ന റേറ്റ് 8,60,000. 8,60,000. ഓക്കെ, 8,50 വരെ ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, 2021 വണ്ടിയാണെന്ന് ആലോചിക്കണം. അതും ഡീസൽ. അതെ. സ്പോർട്സ് ഓപ്ഷൻ വരുന്ന അലോയ് വീൽ അടക്കമുള്ള വണ്ടി. 8,60,000 രൂപ. നെഗോഷ്യബിൾ അല്ലേ? ചെറിയൊരു മാറ്റം ഉണ്ടാവും. പ്രൈസ് ചെറുതെന്നൊക്കെ പറയും, പക്ഷെ നല്ലോണം മാറ്റി തരും. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയണം അല്ലേക്കാ? മാക്സിമം ചെയ്ത് നമുക്ക് കൊടുക്കാം. അതെ. ലോണോ? ലോണ് 8,00,000 വരെ ലോൺ കൊടുക്കാം. 8,00,000 തന്നെ കൊടുക്കാം. അപ്പോൾ 1 രൂപ പോലും വേണ്ടല്ലോ. ഫുൾ ലോണിൽ ഇറക്കി കൊടുക്കാം അല്ലേ? 8,50,000 രൂപ ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഷേപ്പിലുള്ള i20 ഡീസൽ സ്പോർട്സ് വണ്ടി വേണമെങ്കിൽ
ഇവിടെ തന്നെ വരേണ്ടി വരും. റേറ്റ് നെഗോഷ്യബിൾ ആണ്. എത്രയാണോ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന റേറ്റ്, ആ ഫിക്സ് ചെയ്യുന്ന റേറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ലോൺ തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഒരുപാട് വണ്ടികൾ കാണിച്ചു. അതിനകത്ത് എല്ലാം ഡീസലാണ് കൂടുതലും അല്ലേ? കൂടുതൽ ഡീസൽ. നല്ല മൈലേജ് ഉള്ള ക്ലീൻ വണ്ടികളാണ്. അതും 1 വർഷത്തെ വാറണ്ടിയോടെ നിങ്ങൾക്ക് കിട്ടും 15-ന് ശേഷമുള്ള എല്ലാ വണ്ടികളും. അപ്പോൾ എന്തായാലും നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇക്കാനെ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇക്കാനെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ, നല്ല വണ്ടി എടുത്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ? അടുത്തൊരു സ്റ്റോക്ക് വരുമ്പോൾ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.